ഹായ്, നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്. ലാറ്റക്കിൻ്റെ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത് ലാസ്റ്റ് വെച്ച സമ്മേഷനും ഇൻ്റഗ്രേഷനും കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഏകദേശം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിഗ്മ 1/n² ഇൻ്റഗ്രൽ a to b f(x) dx എന്നിങ്ങനെയുള്ള ഇതൊക്കെ എങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഒരു AMS മാത്ത് എന്ന് പറയുന്ന ഒരു യൂസ് പാക്കേജ് ഉപയോഗിച്ചാലുള്ള ഗുണം എന്താണെന്നും ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ പോവാം. ഓക്കെ, അപ്പോൾ /x = frac 7/9 x = x+2/x+7 ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം എന്താണ് ഒരൊറ്റ ലൈനിലായിട്ടാണ് കിടക്കുന്നത്. ഇതിപ്പോൾ ഡിഫറെൻറ്റ് ലൈനിലായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ എൻ്റർ അടിച്ച് ഒരു സ്പേസിങ് കൊടുക്കുക. അപ്പോൾ സ്പേസിങ് കൊടുക്കുമ്പോഴേക്കും ഇതൊക്കെ ഓരോ ലൈനിലായിട്ട് വരും. അത് നമുക്കൊന്ന് കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, നമുക്കെല്ലാം ഓരോ ലൈനിലായിട്ട് കിട്ടി. അപ്പോൾ ഇപ്പോൾ ഞാനിത് എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഞാനിവിടെ ഇതൊക്കെ ഇപ്പോൾ സിംഗിൾ ഡോളറിലാണ് ഞാൻ ഇതെല്ലാം എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഇൻലൈൻ മാത്തമാറ്റിക്സ് ആണ്. അതായത് ഒരു സെൻറ്റൻസ് പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ വരുന്ന മാത്തമാറ്റിക്സുകളെ കുറിച്ചാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ ഈ ചില പാക്കേജുകളുണ്ട്, ഈ ലാറ്റക്കിൽ ചില പാക്കേജുകളുണ്ട്. അപ്പോൾ ആ പാക്കേജുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ തന്നെ കുറച്ചും കൂടെ വ്യത്യാസമായിട്ട് കുറച്ചും കൂടെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു പാക്കേജാണ് AMS മാത്ത് എന്ന് പറയുന്ന ഒരു പാക്കേജ്. ആ പാക്കേജ് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കാണിച്ചു തരാം. /use package AMS math. അത് ഈ യൂസ് പാക്കേജുകളൊക്കെ ഇതുപോലത്തെ ഒരുപാട് യൂസ് പാക്കേജുകളുണ്ട്. അത് ഓരോന്നും വഴിയെ പറഞ്ഞു തരാം. ഈ യൂസ് പാക്കേജുകളൊക്കെ ടൈപ്പ് ചെയ്യുന്നത് ബിഗിൻ ഡോക്യുമെൻറ്റിന് മുമ്പായിട്ടാണ്, ഡോക്യുമെൻറ്റ് ക്ലാസ്സിന് ശേഷം. ആ പാക്കേജുകളൊക്കെ ഇതുപോലത്തെ ഒരുപാട് പാക്കേജുകളുണ്ട്. അത് ഓരോന്നിനും ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊരു പിക്ചർ ആഡ് ചെയ്യണം ഇതിൻ്റെ അകത്ത്. അപ്പോൾ പിക്ചർ ആഡ് ചെയ്യുമ്പോഴും നമുക്ക് ഡയറക്റ്റ് ഡീഫോൾട്ടായിട്ടുള്ള ഈ ലാറ്റക്ക് വെച്ചിട്ട് നമുക്ക് ഡീഫോൾട്ടായിട്ടുള്ള ലാറ്റക്കിൻ്റെ ഈ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചില പാക്കേജുകൾ ആഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. അതുപോലെ ചില മാത്തമാറ്റിക്കലിൻ്റെ സ്പെഷ്യൽ സിമ്പിളുകൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പല പാക്കേജുകളും വേണം. അത് ഓരോന്നും ഇതൊക്കെ ഞാൻ ഒരു പ്രോജക്റ്റിൻ്റെ സമയത്ത് ആ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതെല്ലാം കൂടി ഒരുമിച്ചാക്കി പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഡോക്യുമെൻറ്റ് ക്ലാസ്, ബിഗിൻ ഡോക്യുമെൻറ്റ്, എൻഡ് ഡോക്യുമെൻറ്റ്, ഈ ഒരു 3 ഇടയിലുള്ള കാര്യങ്ങൾ, ഇത് 3 വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് AMS മാത്ത് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു കാര്യം കൊണ്ടൊന്ന് സൂചിപ്പിക്കുകയാണ്. ഇപ്പം ഞാനിവിടെ എഴുതിയിരിക്കുന്ന ഇതൊന്ന് ഞാൻ കോപ്പി ചെയ്യാണ്. എന്താ വ്യത്യാസം നിങ്ങളെ മനസ്സിലായി. ഇത് കോപ്പി ചെയ്തു, ഇവിടെ ഞാനൊന്ന് പേസ്റ്റ് ചെയ്തു, അതുപോലെ പേസ്റ്റ് ചെയ്തു. അതുപോലെ അടുത്തതും ഞാൻ കോപ്പി ചെയ്തു, അടുത്തതും കോപ്പി ചെയ്തു, വീണ്ടും അതൊന്ന് പേസ്റ്റ് ചെയ്തു, എൻ്റെ അടുത്തത് ഞാൻ കോപ്പി ചെയ്തു, അത് ഒന്നുകൂടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഫ്രാക്ഷൻ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന വേറൊരു AMS മാത്തിനകത്ത് വരുന്ന പുതിയൊരു കമാൻഡാണ് ഫ്രാക്ഷൻ ടൈപ്പ് ചെയ്യാനായിട്ട്. dfrac എന്ന് പറയും. എന്താണ് dfrac? നോക്കാം. dfrac ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഞാൻ കമ്പൈൽ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് കണ്ടോ, 7/9 തന്നെ കുറച്ചും കൂടെ വലുപ്പം കൂടി കുറച്ചും കൂടെ ബോൾഡായിട്ട് വന്നു. അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഈ സാധനത്തിന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. dfrac ഉപയോഗിക്കണം. അങ്ങനെ ഓരോന്നും ഞാനിവിടെ dfrac ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം നമുക്ക് തിരിച്ചറിയാം. എന്നിട്ട് ടൂൾസ് എടുത്തിട്ട് ബിൽഡ് ആൻഡ് വ്യൂ കൊടുത്തു, കമ്പൈൽ ചെയ്യിപ്പിക്കുകയാണ്. നോക്കുക. അപ്പോൾ ഇത് കണ്ടോ,
മറ്റേതിനേക്കാൾ കുറച്ചും കൂടെ വലുപ്പത്തിൽ കുറച്ചും കൂടെ സ്പേസ് ഉള്ള രീതിയിൽ ഇത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതായത് കുറച്ചും കൂടെ ഇത് നമ്മളൊരു പ്രോജക്റ്റോ അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്സിലെ പേപ്പറുകളോ ഒക്കെ അയക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. അപ്പോൾ ഈ ഡിഫ്രാഗ് എന്ന് പറയുന്ന ആ കമാൻഡിലൂടെ ആ ഒരു യൂസ് പാക്കേജിൽ നിന്ന് വരുന്നൊരു കമാൻഡാണത്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നതോടുകൂടി കുറച്ചും കൂടെ വൃത്തിയായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയിൽ നമുക്ക് പല കാര്യങ്ങളും ടൈപ്പ് ചെയ്യാനും ഒക്കെ സാധിക്കും. അതാണ് ഈ യൂസ് പാക്കേജിൻ്റെ ഒരു പ്രത്യേകത. ഈ യൂസ് പാക്കേജ് ഉപയോഗിച്ച് വേറെയും പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. ഇതെല്ലാം ഇൻലൈൻ മാത്തമാറ്റിക്സ് ആണ്. ഇതൊന്ന് ഡിസ്പ്ലേ മാത്തമാറ്റിക്സ് ആക്കണമെങ്കിൽ $1 കൊടുക്കണം. നമുക്കൊന്ന് $1 കൊടുത്ത് നോക്കാം എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ ഇതിങ്ങോട്ട് മാറി വരുന്നു. ഓക്കെ, എന്തായാലും ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ട് കിടപ്പുണ്ട്. ഞാനിനി ഈ യൂസ് പാക്കേജ് AMS മാത്ത് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചത്. എന്തായാലും ജസ്റ്റ് നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും അത് മാറ്റുകയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ല സമ്മും ഇൻ്റഗ്രേഷനും ഒക്കെ എങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമ്മ് ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. എന്താണ് സമ്മിൻ്റെ ഫോർമുല? /സം അല്ലേ? /സം എങ്ങനെയാണ് അത് കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ എന്താ വരുന്നത് നമുക്ക് നോക്കാം. /sum സം എന്ന് പറയുമ്പോൾ ഇതാണ്. അതുപോലെ ഇൻ്റഗ്രേഷൻ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? /int int. ഓക്കെ, അത് കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം നമുക്ക് എന്ത് കിട്ടുമെന്നോ. അപ്പോൾ കണ്ടോ, /sum /integral. ഇനി എനിക്ക് ഈ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന സമ്മേഷൻ്റെ അകത്ത് നമുക്ക് എന്ത് കൊടുക്കണം? ലിമിറ്റ് കൊടുക്കണം അല്ലേ? n = 1 to infinity അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് /sum _ അടിക്കുക. താഴത്തെ ലിമിറ്റ് കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? _ n = 1 എന്ന് കൊടുത്തു. അപ്പം n = 1 എന്ന് കൊടുക്കുന്ന സമയത്ത് /_ കഴിഞ്ഞിട്ട് n = 1 എന്നാണ് താഴത്ത് വരേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുക _ കഴിഞ്ഞിട്ട് n എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ താഴത്തുള്ള ആൾ ആരായെന്ന് മാത്രമേ ആ _ കൊണ്ട് മനസ്സിലാകത്തുള്ളൂ, n മാത്രമേ ഉണ്ടെന്ന് വിചാരിക്കത്തുള്ളൂ. അപ്പോൾ n = 1 എന്നുള്ള അത്രയും ആൾക്കാർ നമുക്ക് താഴത്ത് പോകണമെങ്കിൽ നമ്മൾ എന്ത് അവിടെ യൂസ് ചെയ്യണം? ഒരു കേളി ബ്രാക്കറ്റ് നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ ഒരു കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്തു. /sum _ n = 1. അപ്പോൾ നമുക്കത് നോക്കാം, ഒന്ന് കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. ഓക്കെ, /n = 1 എന്ന് വന്നു. ഇനി അതിൻ്റെ മുകളിൽ 1 തൊട്ട് ഇൻഫിനിറ്റി വരെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുകളിലേക്ക് പോകണമെങ്കിൽ ആ ക്യാരറ്റ് സിമ്പിൾ അടിക്കുക. അതായത് ആ ഒരു അപ്പാരോ പോലെ കിടക്കുന്ന സംഭവം ക്യാരറ്റ് സിമ്പിൾ അടിക്കുക. അവിടെ എന്താ വേണ്ടത്? ഇൻഫിനിറ്റിക്കുള്ള കമാൻഡ് എന്തായിരുന്നു? /infty അത് കൊടുത്തു നമ്മൾ. എന്നിട്ട് നമ്മളൊന്ന് കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ /n = 1 to infinity എന്ന് കിട്ടി. ഇനി ഞാൻ അതിൻ്റെ അത് n = 1 to infinity 1/n² എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്യാൻ പോണത്. 1/n² എന്നാണ് ടൈപ്പ് ചെയ്യാൻ പോണത്. അതായത് 1/n² എന്ന് പറയുമ്പോൾ ഫ്രാക്ഷനാണ്. അപ്പോൾ /frac 1/n², 1 divided by n² എങ്ങനെ? /caret symbol 2 /1/n² ഒന്ന് കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം നമുക്ക്. /n = 1/n² എന്ന് കിട്ടി. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? π² ആണ്. നിങ്ങൾ റിയലിലൊക്കെ പഠിക്കുന്ന ഒരു ഫോർമുലയാണത്. പൈ എങ്ങനെ ടൈപ്പ് ചെയ്യുന്നത്? /π/6 എന്ന. അയ്യോ, /π² എന്നല്ലേ ഇപ്പോൾ ആയുള്ളൂ. ഈക്വൽ ടു /π² divided by 6 എന്ന. divided by 6 വരണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? വീണ്ടും ഫ്രാക്ഷൻ അല്ലേ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ എഴുതിയിരുന്നത് തെറ്റി. അപ്പം /frac ബ്രാക്കറ്റിനകത്ത് എന്ത് കൊടുക്കുക? ആദ്യത്തെ ബ്രാക്കറ്റിനകത്ത് /π² കൊടുക്കുക. അടുത്ത ബ്രാക്കറ്റിനകത്ത് എന്ത് കൊടുക്കുക? π² divided by 6. ആ 6 എന്നുള്ളത് രണ്ടാമത്തെ ബ്രാക്കറ്റിനകത്ത് യൂസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം. /n = 1 to infinity 1/n² π²/6. ഞാൻ ഈ ഒരു സമ്മ് ക്യാൻസൽ ചെയ്യാണ് ഇവിടുന്ന്. ഓക്കെ, അതുപോലെ തൽക്കാലത്തേക്ക് ഈ ഇൻ്റഗ്രൽ ഞാൻ ഇവിടുന്ന് മാറ്റാം. നിങ്ങൾക്ക് അത് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. F5. ഓക്കെ, π²/6. പക്ഷേ ഇതുപോലെ അല്ലായിരുന്നല്ലോ ഞാൻ തുടക്കത്തിൽ കാണിച്ചത്. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും
ഇതിപ്പോൾ എന്താണ്, എന്തെങ്കിലുമൊക്കെ ഞാൻ വെറുതെ ആർബിട്രേറ്റ് ടൈപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് എന്തെങ്കിലും വന്ന കുറച്ച് കാര്യങ്ങളാണ് ഇങ്ങനെ. ഇപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചോളൂ. അപ്പം ആ ടൈപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് വന്നൊരു കാര്യങ്ങളാണിത്. അപ്പോൾ ഞാൻ ഈ സെയിം സാധനം തന്നെ ഒന്ന് കോപ്പി ചെയ്തിട്ട് താഴത്തോട്ട് പേസ്റ്റ് ചെയ്യാണ്. കോപ്പി പേസ്റ്റ്. എന്നിട്ട് ഞാനിവിടെ $$ ഉപയോഗിക്കാൻ പോവാണ്. അതായത് ഡിസ്പ്ലേ മാത്തമാറ്റിക്സിൻ്റെ നൊട്ടേഷനിലേക്ക് കൊണ്ടുവരുവാണത്. എന്നിട്ട് ഒന്നും കൂടെ ഞാൻ കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം. n = 1 to infinity 1/n² π² 6 എന്നായി. അതായത് ഇത് മാക്സിമം ഈ ലൈനിൽ നമ്മൾ ഒരു ലൈനിൽ കുറേ ഇത് ടൈപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ടെക്ക് ശ്രമിക്കും. അതുകൊണ്ടാണ് ഈ n = 1 to infinity എന്നുള്ളത് ഇവിടെ കാണിച്ചത്. പക്ഷേ അതിന് കുറച്ച് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ആ 1 എന്ന് പറയുന്നത് താഴത്ത് പോയി, ഇൻഫിനിറ്റി എന്ന് പറയുന്നത് മുകളിൽ വന്നു. അപ്പോൾ 1/n² = π² 6 എന്ന് അവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പോൾ ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഞാൻ ഇനി ഇതുപോലെ നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ കാര്യങ്ങളും കൂടെ നോക്കാം. ഇൻ്റഗ്രേഷൻ്റെ കാര്യങ്ങളിൽ എന്തായിരുന്നു ഇൻ്റഗ്രേഷൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ സ്ലാഷ് എന്തായിരുന്നു പറയും, /int ഇൻ്റഗ്രൽ താഴത്തെ ലിമിറ്റ് കൊടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, a to b എന്ന് പറയുമ്പോൾ ക്യാരറ്റ് സിമ്പിൾ b കൊടുക്കുക. ഇൻ്റഗ്രൽ a to b എന്ന് കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം നമുക്ക്. /integral a to b തൽക്കാലം $$ വേണ്ട കേട്ടോ, $1 തന്നെ നോക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ വ്യത്യാസം തിരിച്ചറിയാനായിട്ട് അങ്ങനെ പോകാം. ഇൻ്റഗ്രൽ a to b ലിമിറ്റ് കൊടുത്തു. /integral താഴത്തത് a, മുകളിലത്തത് b, ഇൻ്റഗ്രൽ a to b. ഇനി നമുക്ക് എന്താണ് അതിൻ്റെ അകത്ത് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ f(x) dx. അത് സിമ്പിളി f(x) എന്ന് കൊടുക്കുക. f(x) dx. ഇൻ്റഗ്രൽ f(x) dx എന്ന് കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം. എന്ത് കിട്ടും, ഇൻ്റഗ്രൽ a to b f(x) dx എന്ന് വന്നു. ഇൻ്റഗ്രൽ f(x) dx എന്ന്, ഇൻ്റഗ്രൽ a to b f(x) dx എന്ന് വന്നു. ഇനി ഈ സെയിം സാധനം തന്നെ $$ കാണിക്കുകയാണെങ്കിലോ, കോപ്പി പേസ്റ്റ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, നല്ല രീതിയിൽ അത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നോക്കാം, ഇതാണ് വ്യത്യാസം. ഇൻലൈൻ മാത്തമാറ്റിക്സും ഡിസ്പ്ലേ മാത്തമാറ്റിക്സും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇതാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് തന്നെ ഞാനൊരു ചെറിയൊരു സജഷൻ കൂടെ പറയാണ്. x = a to x = b എന്നാണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ a x = എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു ഇൻ്റഗ്രൽ. അപ്പോൾ എന്നിട്ട് ഞാനൊന്ന് കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കുന്നു. നോക്കുക, അപ്പോൾ മൊത്തത്തിൽ അടപടലെ അത് കുളവായി. അപ്പോൾ ഇത് പക്ഷേ എനിക്ക് x = a എന്നുള്ളത് താഴത്ത് വരണമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സ്വാഭാവികമായിട്ട് ആലോചിക്കും അത്രയും താഴത്ത് വരണമെന്ന് നമുക്ക് നമ്മുടെ ടെക്കിന് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആരോ ഇട്ട് കൊടുക്കണം, അതിൽ കേളി ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അത് അത്രയും സാധനം താഴത്തേക്ക് വരാനുള്ളതെന്ന് സിസ്റ്റത്തിന് അല്ലെങ്കിൽ ലാറ്റക്കിന് അത് മനസ്സിലാകത്തുള്ളൂ. ഇനി നോക്കാം, അപ്പോൾ എന്ത് വരും, x = a to x = b. നോക്കാം, ഇൻ്റഗ്രൽ x = a to x = b f(x) dx. അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ $$ കൊടുത്ത് നോക്കാം നമുക്കത്. കണ്ടോ, x = a to x = b f(x) dx. ഇനി നമ്മൾ ചില വെക്ടറിലേക്ക് പാഠം പഠിക്കുന്ന സമയത്ത് താഴത്ത് മാത്രം ലിമിറ്റ് വരുന്ന കേസുകളുണ്ട്, ഇൻ്റഗ്രൽ ഓവർ c f(x) dx എന്ന്. അപ്പോൾ അതൊക്കെ വരുന്ന കേസാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അത് ആ ഒരു നൊട്ടേഷൻ മാത്രം മതി. എന്താ, ഇൻ്റഗ്രൽ താഴത്തുള്ള എന്താണ് അപ്പാരോ c f(x) dx കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം. നോക്കാം, ഇൻ്റഗ്രൽ c f(x) dx എന്നിങ്ങനെ നമുക്ക് ഏതാണ് നമ്മൾക്കത് നമ്മുടെ ലോജിക്ക് അനുസരിച്ച് ഏത് രീതിയാണോ വേണ്ടത് അത് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു കാര്യം കൂടി ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ലിമിറ്റ് n tending to infinity f(x) dx എന്നൊക്കെ പറഞ്ഞ് വരത്തില്ലേ, അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ കമാൻഡ് എന്ന് പറയുന്നത് lim ഓക്കെ ലിമിറ്റ് അണ്ടർസ്കോർ എനിക്ക് എന്താ വേണ്ടത്,
എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്ന് വേണം. അപ്പം എക്സ് താഴത്ത് വരുന്ന അത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്? എക്സ് ടെൻഡിങ് ടു അല്ലെങ്കിൽ എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി. എൻ ടെൻഡിങ് ടു എന്ന് പറയുമ്പോൾ ഒരു ആരോ മാർക്ക് അല്ലേ. അപ്പോൾ ആരോ മാർക്കിൻ്റെ സ്ലാഷ് റൈറ്റ് ആരോ, RIGHT റൈറ്റ് ആരോ, റൈറ്റ് ആരോ സ്ലാഷ് റൈറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി റൈറ്റ് ആരോ എന്താ സ്ലാഷ് NFTY ഇൻഫിനിറ്റി. അതൊന്ന് കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം. നമുക്ക് എന്ത് വരും എന്ന് നോക്കാം. ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്താണ്? f(x) ഈക്വൽ ടു 2 എന്നിട്ട് കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം. നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി f(x) ഈക്വൽ ടു 2 എന്ന് കിട്ടി. അവിടെ ശ്രദ്ധിക്കുക, അതിൻ്റെ അകത്ത് ആകെ അപ്പ് ആരോ താഴത്ത് ഡൗൺ ആരോ കൊടുക്കുക. ഡൗൺ ആരോ അല്ല, അണ്ടർസ്കോർ എൻ റൈറ്റ് ആരോ ഇൻഫിനിറ്റി എന്ന് വന്നു. ഇത് തന്നെ നമുക്കൊന്ന് ഡിസ്പ്ലേ മാത്തമാറ്റിക്സ് കൊടുക്കാം. കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം. ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി f(x) ഈക്വൽ ടു 2. സപ്പോസ് ഇതിൻ്റെ അതിന് ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. എന്ത് വരുമെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ മാർക്ക് അത് വേറെ വഴിക്ക് പോകാൻ തോന്നുന്നു കേട്ടോ. എൻ്റെ അത് വന്നില്ല. അത് ഇൻലൈൻ മാത്തമാറ്റിക്സ് അല്ല. അതുകൊണ്ട് തന്നെ അത് അടുത്ത ലൈൻ ഒരു എല്ലാ സെൻറ്റൻസ് ആയിട്ട് ഇതിൻ്റെ അകത്ത് വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് റീഡ് ചെയ്യും. അല്ലെങ്കിൽ പുറത്താണെങ്കിൽ അത് വേറെ വഴിക്ക് പോകും. അപ്പോൾ നമുക്ക് ഇവിടെ ആണെങ്കിൽ അത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരും, കറക്റ്റായിട്ട് വരും. കാണിച്ചു തരാം ഞാൻ. ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ കൊടുക്കുക. പ്രൂവ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രൂവ് ദാറ്റ് കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം. ഇതുണ്ടോ? പ്രൂവ് ദാറ്റ് ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി f(x) ഈക്വൽ ടു 2 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരും. പക്ഷേ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് താഴ്ത്തു. അത് ബിക്കോസ് അടുത്ത ലൈനായിട്ടാണ് റെഡി ചെയ്യുന്നത്. ഇനി ഇൻ കേസ് ഇതിൻ്റെ അകത്ത് വരണമെന്നുണ്ടെങ്കിൽ ഈ ഡോളർ സിമ്പലിൻ്റെ അകത്ത് കയറ്റി കൊടുക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ലിമിറ്റ് മനസ്സിലായി, സമ്മേഷൻ മനസ്സിലായി, ഇൻ്റഗ്രേഷൻ്റെ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. ഡബിൾ ഇൻ്റഗ്രൽ വരുന്ന കേസാണെങ്കിലോ, ഇവിടെ സ്ലാഷ് ഇൻഡെക്സ് ഇതും പറഞ്ഞ് എഴുതി. അതുപോലെ തന്നെ സ്ലാഷ് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ലൈനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ f(x) dx എന്ന് പറഞ്ഞ് കൊടുത്തു. സ്ലാഷ് ഇൻറ്റ് എന്നിട്ട് നമുക്കൊന്ന് കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം എന്ത് സംഭവിക്കും എന്നുള്ളത്. A to B f(x) ഉണ്ടോ? സ്ലാഷ് x ഈക്വൽ ടു A to B x ഈക്വൽ ടു B ഇൻ്റഗ്രൽ A to B f(x). അതായത് ഡബിൾ ഇൻ്റഗ്രലോ ട്രിപ്പിൾ ഇൻ്റഗ്രലോ ഒക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്ത് വെച്ചാൽ മതി, സ്ലാഷ് ഇൻ എന്ന് പറഞ്ഞാൽ അത് കൊടുത്ത് നമുക്ക് എത്ര വേണോ കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് ഒരു രണ്ടെണ്ണമൊക്കെ കൊടുക്കാൻ ഇത്തിരി പാടല്ലേ, അപ്പോൾ നമുക്കതൊരു സിംഗിളായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പാക്കേജുകൾ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ AMS മാത്ത് എന്ന് പറയുന്ന പാക്കേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അതേതായാലും ആ പാക്കേജ് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ വൃത്തിയായിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഈ 3 കാര്യങ്ങളുടെ ഇടയിൽ വരുന്നത് മാത്രം എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വെക്ടർ സിമ്പിൾ, അതായത് വെക്ടർ സിമ്പിളൊക്കെ അടിക്കേണ്ട മുകളിൽ അപ്പാരോ വരുന്നത്, അല്ലെങ്കിൽ ഈ ആസെൻസ് ചില ഈ ഡിക്ഷണറിയിലൊക്കെ കാണാൻ എഴുതിയിട്ട് മുകളിൽ 2 കുത്ത് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇനി അടുത്ത് പറയാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഏതായാലും ഈ വീഡിയോ ഞാനിവിടെ ക്ലോസ് ആക്കുകയാണ്. ഓക്കെ, താങ്ക് യു.